രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഒരു മേള എന്ന കീർത്തിയും കുംഭമേളയ്ക്ക് തന്നെ. 2025 ജനുവരി 13 പൗർണമി ദിനത്തിൽ പ്രയാഗ്രാജിൽ ആരംഭിച്ച ഈ മേള ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനത്തിൽ സമാപിക്കും. ഇപ്പോൾ നടക്കുന്നത് മഹാകുംഭമേളയാണ്. ഇത് 144 വർഷത്തിനു ശേഷമാണ് ഇത് നടക്കുന്നത്. കുംഭമേള പ്രധാനമായും 4 തരത്തിലാണുള്ളത്. മഹാകുംഭമേള, പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, കുംഭമേള. 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടത്താറുള്ളത്. അർദ്ധ കുംഭമേള 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ് നടത്താറുള്ളത്. 12 വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടത്തുന്നത്. ഇത് പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ 4 പുണ്യസ്ഥലങ്ങളിലായിട്ടാണ് പൂർണ്ണ കുംഭമേള നടത്തുന്നത്. അടുത്തതായി മഹാകുംഭമേളയാണുള്ളത്. അതാണിപ്പോൾ നടക്കുന്നത്. ഇത് 144 വർഷത്തിനു ശേഷമാണ് ഇത് നടക്കുന്നത്. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്. അതുകൊണ്ടാണ് 144 വർഷങ്ങൾക്കിടയിൽ മഹാകുംഭമേള നടത്തുന്നു എന്ന് പറയുന്നത്. നമുക്കിനി കുംഭമേളയുടെ ഐതിഹ്യം ഒന്ന് നോക്കിയാലോ. എന്നാണ് കുംഭമേള ആദ്യമായി നടന്നതെന്ന് കൃത്യമായ ഒരു വിവരം ഇല്ലെന്നുള്ളതാണ്. ചിലർ പറയുന്നു ശങ്കരാചാര്യ സ്വാമിയുടെ കാലം മുതലേ കുംഭമേള നടന്നിരുന്നു എന്ന് പറയുന്നു. പാലാഴി മഥനമാണ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഐതിഹ്യം. ദേവന്മാരും അസുരന്മാരും അവരുടെ അമരത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് പാലാഴി കടഞ്ഞു എന്നും അതിനെ തുടർന്ന് നിരവധി ദിവ്യമായ വസ്തുക്കൾ വന്നു. അവസാനം സ്വർണ്ണകുംഭത്തിൽ അമൃതുമായി ധന്വന്തരി ഭഗവാൻ വന്നു. വളരെ ഐക്യത്തോടു കൂടി നിന്നിരുന്ന ദേവന്മാരും അസുരന്മാരും അന്നേരം അമൃത് കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഇരുകൂട്ടരും യുദ്ധം നടത്തി. ഈ സമയം ഇന്ദ്രൻ്റെ പുത്രനായ ജയന്തൻ അമൃതകുംഭവുമായി ഓടിപ്പോവുകയും 12 ദിവസത്തോളം അദ്ദേഹം ഈ കുംഭവുമായി ഒളിച്ചിരുന്നു എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ അദ്ദേഹം ഈ പോകുന്ന വഴിയിൽ അമൃത് 4 സ്ഥലങ്ങളിൽ വീണ. അതാണ് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്ന സ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ ഈ അമൃതകുംഭത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൂര്യൻ, ചന്ദ്രൻ, ശനി ഈ ഗ്രഹങ്ങളുടെ ഒരു പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ടെന്നാണ് പരാമർശിക്കുന്നത്. ഈ കുംഭമേളയുടെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനും കൂടെ പറയുന്നുണ്ട്. അതായത് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ ഒരു വർഷത്തിന് തുല്യമാണല്ലോ. അപ്പോൾ 12 ദിവസമാണ് ജയന്തൻ ഈ അമൃതുമായി ഒളിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾക്കത് 12 വർഷമാണ്. അങ്ങനെ 12 വർഷം കൂടുന്ന സമയത്ത് ഈ തീർത്ഥങ്ങളിൽ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് ഒരു വിശ്വാസം. അതുപോലെ വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചാണ് കുംഭമേളയുടെ സമയം നിശ്ചയിക്കുന്നത്. വ്യാഴം മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാഘമാസത്തിലാണ് പ്രയാഗ്രാജ് കുംഭമേള നടക്കുന്നത്. എന്തായാലും നൂറ്റാണ്ടുകളായി കുംഭമേളകൾ നടന്നു വരുന്നുണ്ട്. പക്ഷെ കുംഭമേളയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത് അഖാഡകളുടെ രൂപീകരണത്തിന് ശേഷമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നാഗസന്യാസിമാരെയും അതുപോലെ തന്നെ അഘോരികൾ, പൊതുസമൂഹവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവരെയും നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവർ കൃത്യമായി ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ നിന്നും കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തുന്നു എന്നുള്ളതൊരു വലിയൊരു അത്ഭുതം തന്നെയാണെന്നുള്ളതാണ്. ഒരുപാട് ആചാരങ്ങൾ കുംഭമേളയിൽ ഉണ്ടെങ്കിലും സ്നാനത്തിന് അഥവാ ഷാഹി സ്നാൻ വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനും പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനം അതുപോലെ മോക്ഷം നേടാൻ എല്ലാം ഈ സ്നാനം സഹായിക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിൽ ചില ദിവസങ്ങളിലെ സ്നാനം അല്ലെങ്കിൽ ചില മുഹൂർത്തങ്ങളിലെ സ്നാനം, ഗംഗയിലുള്ള സ്നാനം വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ഹരിദ്വാറിലെ ഗംഗ, അതുപോലെ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി, പ്രയാഗ്രാജിൽ, ഉജ്ജയിനിയിലെ ക്ഷിപ്ര നദി, നാസിക്കിലെ ഗോദാവരി നദി, ഈ നദികളിലുള്ള സ്നാനം ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം എന്ന് പറയുന്നത് മൗനി അമാവാസി ദിനത്തിലെ സ്നാനമാണ്. കാരണം ഈ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള ദിവസങ്ങളിൽ കുറേ മുഹൂർത്തങ്ങളിലെ സ്നാനത്തിനാണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 7ഓളം ദിവസങ്ങളിലുള്ള സ്നാനത്തിനാണ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം മൗനി അമാവാസി ദിനത്തിലെ സ്നാനമാണ്. നദീസ്നാനങ്ങൾ, തീർത്ഥസ്നാനങ്ങൾ പണ്ട് മുതലേ നമ്മൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുമുണ്ട്. ഈ കുംഭമേളകളിലെ സ്നാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ നദികളെ തന്നെ ദേവതകളായി കണ്ടുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതിനും കർമ്മവിനകളെ ഇല്ലാതാക്കുന്നതിനും നമ്മളെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നതിനും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്യൂരിഫൈ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. കുംഭമേള ഒരു ലോക അത്ഭുതം തന്നെയാണ്. വിവിധ തരത്തിലുള്ള ജനങ്ങൾ, പല പല സംസ്കാരങ്ങൾ, പല പല ആചാരങ്ങൾ, വേഷം, ഭക്ഷണം എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്.
ഇനി അടുത്തത് സാക്ഷ്യം വഹിക്കാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം 144 വർഷം കാത്തിരിക്കണമല്ലോ. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും തന്നെ ഇനിയും വരാൻ പോകുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുന്ന എല്ലാവരും തന്നെ ഈ കുംഭമേളയിൽ പങ്കെടുത്ത് ആത്മസാക്ഷാത്കാരം നേടേണ്ടതാണ്.